റോജായ് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ഇപ്പോഴത്തെ BJP തിരുവനന്തപുരം കൗൺസിലറുമായ ആർ ശ്രീലേഖ പോടാ പുല്ലേ പോലീസെ എന്നുള്ള മുദ്രാവാക്യവുമായി തെരുവിൽ സമരം ചെയ്തത്. ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥയായിരുന്ന ഇപ്പോഴും പെൻഷൻ വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥ പൊതു സമൂഹത്തിൽ തന്നെ പോലീസിനെ അപഹാസ്യപ്പെടുത്തുന്നത് ശരിയായ നടപടിയാണോ? ഈ നമ്മൾ രാഷ്ട്രീയ ഒരു ചായ്വിൻ്റെ പേര് നമ്മളിങ്ങനെയൊക്കെ ചെയ്യാമോ, എവിടെയൊക്കെയാണ് അതിൻ്റെ അതിർവരമ്പ് എന്നുള്ളത് സ്വയം മനുഷ്യൻ തന്നെ തീരുമാനിക്കണം, അവരവർ തന്നെ തീരുമാനിക്കണം. കേരളത്തിലെ ഇന്ത്യയിലെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത്, പോലീസിനെ കുറിച്ച് എല്ലാവർക്കും ഒരുപാട് പരാതികളുണ്ട്. കൊളോണിയൽ പോലീസാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസാണ് എന്നൊക്കെ നമ്മുടെ പോലീസിനെ കുറിച്ച് ആൾക്കാർ പരാതി പറയുന്നുണ്ടെങ്കിലും പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഏറ്റവും കൂടുതൽ കാവൽക്കാരായി നിൽക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. പോലീസിൻ്റെ ഭാഗത്ത് അഴിമതിയുണ്ട്, പോലീസ് അതിക്രമം കാണിക്കാറുണ്ട്, പോലീസ് പലപ്പോഴും നിയമവിരുദ്ധമായി പെരുമാറാറുണ്ട്. ഇതെല്ലാം ശരിയാണ്, അതിനകത്തൊന്നും ആരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സാധാരണ രാഷ്ട്രീയക്കാരോ സാധാരണ ജനങ്ങളോ പറയുന്ന പോലല്ല ഒരു കേരളത്തിലെ പോലീസ് സേനയിൽ, ഇന്ത്യയിലെ പോലീസ് സേനയിലെ 33 വർഷം സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി, അത് കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS-കാരി, കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP എന്നൊക്കെ ഉള്ള പദവി അലങ്കരിക്കുന്ന ആർ ശ്രീലേഖ പറയുന്നത് കൊണ്ടാണ് നമ്മൾ പോലും ഇപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളിൽ അത് വാർത്തയായത്, അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നത്. സാധാരണ BJP പ്രവർത്തകരോടൊപ്പം അവർ കഴിഞ്ഞ കുറേ നാളുകളായി BJP-യുടെ ആക്റ്റീവായുള്ള പ്രവർത്തകയായിട്ടാണ് ശ്രീലേഖ നമ്മുടെ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി അവർ മത്സരിച്ച് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ശാസ്തമംഗലം വാർഡിൻ്റെ പ്രതിനിധിയാണ്. എല്ലാം ശരിയാണ്, അതിലൊന്നും ആരും ഒരു തെറ്റ് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പോലീസിനെതിരെ ഇത്തരത്തിലൊരു മുദ്രാവാക്യം, ഒരു സാധാരണ കോൺസ്റ്റബിളായിട്ടിരുന്ന് റിട്ടയർ ചെയ്ത ഒരാളല്ല, 33 വർഷം ഇന്ത്യൻ പോലീസ് സർവീസിൽ IPS എന്ന് പറയുന്ന ഒരു പോലീസ് സംവിധാനത്തിൻ്റെ ഉന്നത പദവികളിൽ ഇരുന്ന ഒരാൾ പോടാ പുല്ലേ പോലീസെ എന്ന് വിളിക്കുമ്പോൾ പോലീസിനെ കുറിച്ചുള്ള സാധാരണ ജനങ്ങളുടെ വികാരം എന്തായിരിക്കുമെന്ന് ഇവർ ആലോചിക്കേണ്ടതായിരുന്നു. പോലീസിനെ കുറിച്ച് ഭയങ്കര അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്കാണ് ആ കാര്യങ്ങൾ പോയത്. ഒരു രാഷ്ട്രീയക്കാർ ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്നൊക്കെയുള്ള ഒരു സാധാരണ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വിളിക്കുന്ന മുദ്രാവാക്യമാണ്. പക്ഷേ ശ്രീലേഖയെ പോലെ ഇന്ത്യൻ പോലീസ് സർവീസിൽ 33 വർഷം സേവനം ചെയ്ത ഒരാൾ അത് പറയുന്നത് തന്നെയാണ് വാർത്തയായി മാറുകയും അതുകൊണ്ട് തന്നെയാണ് പോലീസ് സേനയെക്കുറിച്ച് അവർക്ക് വേണ്ട മതിപ്പില്ല എന്ന് തോന്നിപ്പോവുകയും. അപ്പോൾ അവരെഴുതി അവരുടെ ഫേസ്ബുക്കിലെ പോസ്റ്റിനകത്ത് പറയുന്ന ഒരു പോർഷനുണ്ട്, അതിങ്ങനെയാണ്: പോലീസിനെതിരെ മൊത്തം ന്യായീകരിക്കുകയാണ്. DGP പദവിയിൽ നിന്ന് വിരമിച്ച ഞാൻ, 33 വർഷത്തിലധികം പോലീസ് സേനയിൽ അഭിമാനത്തോടെ പ്രവർത്തിച്ച ഞാൻ, ഇതുപോലെ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ എന്തായിരിക്കും കാരണം? സ്വയം ന്യായീകരിക്കുകയാണ്. വട്ടിയൂർക്കാവ് SHO വിപിൻ, SI ദീപു പിള്ള, മറ്റ് 7-8 പോലീസുകാർ ചേർന്ന് കഴിഞ്ഞ ദിവസം 1 മാസമായി BJP പ്രവർത്തകരെ മാത്രം തെരഞ്ഞുപിടിച്ച് കേസുകളെടുത്ത് മർദ്ദിച്ച് രസിക്കുന്നു. അതും CPM ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം. കേരള പോലീസിലും ഇന്ത്യയിലെ പോലീസുകളിൽ ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. ഈ മാഡം സർവീസിലിരുന്ന കാലത്ത് ഇതേപോലെ എന്തെല്ലാം അതിക്രമങ്ങൾ അവരുടെ കൺമുമ്പിൽ നടന്നിട്ടുണ്ട്. അന്ന് ഇതുപോലെ വിളിക്കാൻ തോന്നിയിട്ടുണ്ടോ? ന്യായമായ ചോദ്യം. എൻ്റെ ചോദ്യവും സാധാരണ ജനങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ ഇങ്ങനെയാണോ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് പോലീസിനെ കുറിച്ച് നിങ്ങൾ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത്? കേരളത്തിൽ വിമോചന സമരകാലത്ത് പോലീസ് വെടിവെച്ച് ഗർഭിണി ഉൾപ്പെടെയുള്ള ആൾക്കാർ മരിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പോലീസ് ലോക്കപ്പിലിട്ട് എത്രയോ പേരെ, ആർ ശ്രീലേഖ സർവീസിലിരിക്കുന്ന കാലത്ത് തന്നെ എത്രയോ പോലീസുകാർ ലോക്കപ്പിൽ മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഏതെങ്കിലും പോലീസുകാർ ഇറങ്ങി ഇതുപോലെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ DGP ആയി വിരമിച്ച ഒരാൾ ഇത് വിളിക്കുന്നതുകൊണ്ടാണ് ഇതിനകത്തൊരു പ്രത്യേകത ഫീൽ ചെയ്യുന്നത്. അവർക്കൊരു രാഷ്ട്രീയ നേതാവെന്നുള്ളതിൽ അവർക്ക് അവരുടേതായ ന്യായങ്ങൾ പറയാൻ കാണും. പക്ഷേ നിങ്ങൾ ഒരേ സമയം തന്നെ പറയുന്നു എനിക്ക് ഈ സേനയിൽ വർക്ക് ചെയ്തതിന് എനിക്ക് അഭിമാനമുണ്ടെന്ന്. അഭിമാനമുള്ള സേനയെക്കുറിച്ച് നിങ്ങളാണോ ഇങ്ങനെ പറയുന്നത്? അല്ല, അതിൽ പറയുന്നുണ്ട് കാക്കിക്കുള്ളിൽ പിണറായി എങ്കിൽ എന്നാണ്. അതായത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയമാണ് പോലീസിന്റെ രാഷ്ട്രീയം എന്നാണ് ശ്രീലേഖ പറയുന്നത്. അപ്പൊ അവര് സർവീസ് ഇരുന്നപ്പോഴും ഭരിക്കുന്നവരുടെ രാഷ്ട്രീയത്തിനൊപ്പം ആയിരുന്നോ? അല്ലാതെ നിഷ്പക്ഷമായ ഒരു നിയമം നടപ്പിലാക്കിയില്ല എന്നൊരു ചോദ്യം കൂടി വരില്ലേ? തീർച്ചയായിട്ടും. അതൊക്കെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പോലീസ് സേന എപ്പോഴും രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുന്നുണ്ടെന്നുള്ളത് പുതിയ കാര്യമല്ല. ഇത് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിഷ്പക്ഷമായി പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ശ്രീത്ത് ചോദിച്ച ചോദ്യം അതാണ്.
ആർ ശ്രീലേഖ പോലീസ് സേനയിൽ വർക്ക് ചെയ്ത കാലത്ത് നിഷ്പക്ഷമായി പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത്തരത്തിൽ അന്ന് ഭരിക്കുന്ന പാർട്ടിക്ക് ലാത്തി ചാർജ് ഇറക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ലാത്തി ചാർജ് നടത്തിയെന്ന് തോന്നിയിട്ടുണ്ടോ? പോലീസ് എപ്പോഴും പറയുന്നത് എന്താണ്? ഞങ്ങൾ നിഷ്പക്ഷമായി പെരുമാറുന്നു. അതാണല്ലോ നമ്മൾ പോലീസിനെ കുറിച്ച് പറയുന്നത്. പോലീസ് ജനങ്ങളോട് ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസ് ലാത്തി ചാർജ് നടത്തുകയും മർദ്ദനം അഴിച്ചുവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ആരും നിഷേധിക്കുന്ന കാര്യങ്ങളല്ല. പോലീസ് അങ്ങനെ പെരുമാറിക്കൂടാന്നാണ് നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ പറയുന്നത്. പക്ഷേ ഇത് നടക്കുന്നുണ്ടല്ലോ. ഇത് കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഈ ഇന്ത്യൻ പോലീസ് IPS ഉദ്യോഗസ്ഥരായ പലരും ആൾക്കാരെ തല്ലിക്കൊന്നതിന്റെ പേരിൽ ജയിൽവാസം അനുഷ്ഠിക്കുകയും കേസിൽ പ്രതികളാകുകയും ചെയ്ത സംഭവങ്ങളുണ്ട് കേരളത്തിൽ തന്നെ, ഇല്ലേ? രാജൻ കേസുമായി ബന്ധപ്പെട്ട് 2 ഉയർന്ന പോലീസ് 3-4 ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേസിൽ പ്രതിയായതാണ്, ജയിലിൽ കിടന്നതാണ്. നക്സൽ സംഭവങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പൊ ഇതെല്ലാം രാജൻ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. അപ്പൊ ഇതെല്ലാം പുതിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ഇത് പറയുമ്പോൾ കേരളത്തിൽ വിരമിച്ച ഒരുപാട് റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. പോലീസുകാർ മുദ്രാവാക്യം വിളിക്കുമ്പോഴാണ് ആൾക്കാർ അത് ശ്രദ്ധിക്കപ്പെടുന്നത്, ഇല്ലേ? ഏതൊരു തൊഴിലിനകത്തും ഇപ്പൊ നാളെ ഡോക്ടർമാർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടും. അതേപോലെ ഒരു പ്രൊഫഷൻ അല്ല പോലീസിൻ്റെ. പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനും സ്വത്ത് സംരക്ഷിക്കാനും രാജ്യത്ത് ക്രമസമാധാനം നടപ്പിലാക്കാനുമുള്ള ഒരു സവിശേഷമായ ഒരു സേനയാണ്. അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അങ്ങനെ അതുകൊണ്ട് തന്നെയാണല്ലോ ടെസ്റ്റ് എഴുതി അവരെ വിവിധ ഇന്റർവ്യൂകളിലൂടെ കടന്ന് അവരെ ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്ന ഒരു എലൈറ്റ് ഗ്രൂപ്പിന്റെ ഭാഗമായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്, ഇല്ലേ? അതുകൊണ്ടാണ് അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കൊടുക്കുന്നത്. അവർക്ക് വണ്ടി, വെള്ളം, അതായത് അവർക്ക് എല്ലാ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ രാജ്യം പരിപാലിക്കുന്നതിന്റെ കാര്യം ഇതാണ്. അവരെ അത്തരത്തിൽ പെരുമാറുന്നതിന് വേണ്ടിയാണ്. അതാണോ ഇവിടെ ഉണ്ടായത്? ആ ചോദ്യമാണ് ന്യായമായ രീതിയിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതിൻ്റെ ഈ മുദ്രാവാക്യം വിളിച്ചതിൻ്റെ കാരണങ്ങൾ പറഞ്ഞതിനകത്ത് ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത്, ഒരു ഉയർന്ന സ്ഥാനം വഹിച്ച ഒരാൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? കേരളത്തിൽ എവിടെയാണ് പോലീസ് ലാത്തി ചാർജിന്റെ ഭാഗമായിട്ട് എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് ഓരോ ഘട്ടങ്ങളിൽ കേസെടുത്തു എന്നുള്ളത് ശ്രീലേഖ പറയേണ്ടതല്ലേ? ഞാൻ SP ആയിരിക്കുമ്പോൾ, ഞാൻ DIG ആയിരിക്കുമ്പോൾ, IG ആയിരിക്കുമ്പോൾ പോലീസ് ലാത്തി ചാർജ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് നടത്തിയതിൻ്റെ പേരിൽ ഇത്ര പോലീസുകാർക്കെതിരെ ഞാൻ എൻ്റെ നിർദ്ദേശപ്രകാരം കേസെടുത്തു എന്ന് പറയേണ്ടതല്ലേ? പോലീസ് ഇതൊരു സർവ്വസാധാരണമായ ഒരു കാര്യമാണ്, ന്യായീകരിക്കുകയല്ല. ഞാൻ ചോദിക്കുന്നത്, ഈ സേനയ്ക്ക് നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ സേനയ്ക്ക് നിങ്ങൾ എന്താണ് പൊതുജനങ്ങളുടെ ഇടയിൽ? ഇതെന്തായാലും നാളെ എല്ലാവർക്കും പറയാമല്ലോ. DGP പോലും പറയുന്നത് കേരളത്തിലെ പോലീസ് വേസ്റ്റാണ്, പുല്ലാണ് എന്ന് പറയുന്നൊരു സ്ഥിതി. നാളെ ഭരണം മാറുകയൊക്കെ ചെയ്യും. BJP വരും, കോൺഗ്രസ് അധികാരത്തിൽ വരും, BJP CPM വരും, ഒക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾ ഈ സേനയെക്കുറിച്ച് നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള മതിപ്പാണോ? ഇനി നാളെ വരുന്ന നമ്മുടെ തലമുറയെക്കുറിച്ചും ഇത് മുദ്രാവാക്യം എയറിൽ കിടക്കുകയാണ്, യൂട്യൂബിൽ കിടപ്പുണ്ട്, അന്തരീക്ഷത്തിൽ കിടക്കുന്നു, മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണ്. എല്ലാവരും ഇതിന് നാളെ ആവർത്തിച്ച് പറയും, ഇല്ലേ? പണ്ട് ശ്രീലേഖ ഇങ്ങനെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് എന്താ തെറ്റില്ല എന്ന രീതിയിലേക്ക് മാറും. എത്ര ന്യായീകരിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാലും യാഥാർത്ഥ്യമായിട്ട് തന്നെ കിടക്കുകയാണ്. അല്ല, ഇതിപ്പോ ന്യായീകരിച്ചിരുന്നാലും ഇവരെ റിട്ടയർ ആയതിനു ശേഷം ശ്രീലേഖ എന്നെ മേയറാക്കാത്തതിൽ പിണങ്ങിയിരുന്നു. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പം പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോലും പോകാൻ ശ്രീലേഖ തയ്യാറായില്ല. അന്ന് പറഞ്ഞത്, ഇനി ഞാൻ അന്ന് പോലീസിൽ ശീലിച്ച അച്ചടക്കം കൊണ്ടാണ് പോകാത്തത്, കാരണം വിളിച്ചാൽ മാത്രമേ പോകാൻ കഴിയുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ പോടാപുല്ലേ പോലീസ് എന്ന് വിളിക്കുമ്പോൾ ആ അച്ചടക്കം ബാധകമല്ലേ? അല്ല, ഇതാണ് നിങ്ങൾ ചെന്ന് പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയങ്ങൾ, സമീപനങ്ങളോട് നിങ്ങൾ പെട്ടെന്ന് ഇഴുകിച്ചേരുകയും നിങ്ങൾ രാജ്യത്തിന് വേണ്ടി സേവനം അനുസരിച്ച ഒരു സേനയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ മതിപ്പില്ലെങ്കിൽ പിന്നെ ഇനി ആർക്കാണ് മതിപ്പുണ്ടാകുന്നത്? ഇതിനകത്ത് ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, മർദ്ദനം ഏറ്റവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ഉണ്ട്. ഇത് ചെയ്ത പോലീസുകാർക്കെതിരെ ഒരു നടപടിയുമില്ല, ഒരു കേസുമില്ല. ന്യായമായ രീതിയിൽ ഞാൻ ചോദിച്ച ചോദ്യം അതാണ്. മുൻകാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്ത് കേസാണ് എടുത്തിരുന്നത്? മാഡം 33 വർഷം ജോലി ചെയ്ത കാലത്ത് എത്ര പോലീസുകാർക്കെതിരെ ലാത്തി ചാർജിന്റെ പേരിൽ കേസെടുത്തു? അതാണ് അത് സർവ്വസാധാരണ. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ തന്നെയാണ് മുൻപ് കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, പോലീസ് ഇത്തരത്തിൽ കേസെടുത്താൽ പോലീസിന്റെ ആത്മവീര്യത്തെ ബാധിക്കുന്ന കാര്യമാണ്, ഇല്ലേ? മനോവീര്യത്തെ തകർക്കുന്ന രീതിയിലായി പോകുന്നു പറയും. അതാണോ സംഭവിക്കുന്നത്? അതാണോ ആഗ്രഹിക്കുന്നത്? പോലീസിന്റെ മനോവീര്യം തകർക്കുന്നതാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത്? ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും, ഇതൊക്കെ കാണുമ്പോൾ കഷ്ടം തോന്നിപ്പോകും, നാണം തോന്നും. ഇങ്ങനെയുള്ള ഒരു സേനയിലായിരുന്നു ഇത്രയും നാൾ പ്രവർത്തിച്ചതെന്നോർത്ത് വെറുതെയാണോ ജനം പോലീസിനെ ഇത്രമാത്രം വെറുക്കുന്നത്?
അപ്പൊ ഈ വെറുക്കുന്ന പോലീസ് സേനയുടെ ഭാഗമായിരുന്നു ഈ മാഡം എന്നല്ലേ? അതിന്റെ പെൻഷനും വാങ്ങിക്കുന്നു. അതിന്റെ പെൻഷനും അങ്ങനെ ഒരു സേനയിൽ ജോലി ചെയ്തതിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നില്ല, പിന്നെ ഈ ആർക്കാണ് അഭിമാനം തോന്നുന്നത്? ന്യായമായി നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളത് നമുക്ക് തോന്നുന്ന 33 വർഷം ചെയ്ത സേനയെ കുറിച്ച് നാണം തോന്നുന്നു എന്ന് പറയുന്നതിനകത്ത് എന്താണ് കാര്യം? ഇല്ലേ? ഈ നിങ്ങൾ പോലീസ് ഫോഴ്സിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങളെല്ലാവരും ഇത് ആസ്വദിച്ചിരുന്നതാണ് ഒരു കാലത്ത്, ഇല്ലേ? ഇത്തരം പോലീസുകാരുടെ ചെയ്തികളെ നിങ്ങളെല്ലാവരും അതിനെ ന്യായീകരിച്ചവരാണ്. സേനയിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള സംരക്ഷണങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് പറയുമ്പോൾ ആ സേനയിൽ 33 വർഷം വർക്ക് ചെയ്ത ഒരാൾ പറയുമ്പോഴാണ് ഇതിനകത്ത് കൗതുകമുള്ളത്. പിന്നെ പോലീസുകാരുടെ നിയമലംഘനങ്ങൾ പുതിയ കാര്യമൊന്നുമല്ല, ഇത് നടന്നുകൊണ്ട് ഈ ഇന്നലത്തെ ഇതേ ദിവസത്തെ പത്രത്തിലാണ് വേറൊരു ചാനലുകളിലൊക്കെ വാർത്ത വന്ന് റിട്ടയർ ചെയ്ത ഒരു DGP പിന്നെ ശ്രീലേഖയുടെ തന്നെ ബാച്ച്മേറ്റായ ടോമിൻ തച്ചങ്കരി ഇപ്പോഴും പോലീസ് DGPയുടെ റാങ്കുള്ള നക്ഷത്ര ചിഹ്നം വെച്ചാണ് സഞ്ചരിക്കുന്നത്. ഇതൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. അപ്പൊ പിന്നെ നിങ്ങൾ വെറും ഒരു SI അടിച്ചതിനെ കുറിച്ച് ന്യായീകരിച്ചിട്ട് കാര്യം വല്ലതും ഉണ്ട്? നമ്മുടെ സേനയിൽ ഇതേപോലുള്ള പരിപാടികൾ പണ്ടും നടക്കുന്നുണ്ട്. അന്നൊന്നും ഇവരാരും ഇതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ധൈര്യത്തോടു കൂടി അങ്ങനെ ഒരു നീതിപൂർവമായ രീതിയിൽ നടപ്പിലാക്കണമെന്ന് ഇവരാരും ആവശ്യപ്പെട്ടിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ സംരക്ഷണം ശരിയല്ല എന്ന് അന്നെങ്കിലും തോന്നണ്ടേ? കേരളത്തിനകത്ത് പോലീസിനകത്ത് രാഷ്ട്രീയ സംരക്ഷണം ഒന്നും പുതിയ കാര്യമില്ല. എല്ലാവരും ഓരോ പാർട്ടി അധികാരത്തിൽ വരുമ്പോഴും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പലതരത്തിലുള്ള സംരക്ഷണങ്ങൾ കൊടുക്കുന്നു. ഈ മുദ്രാവാക്യം വിളിയാണ് സത്യം പറയാം ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. നാളെ പോലീസ് സേനയിൽ ചേരാൻ വരുന്നവരോടും പോലീസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിലും ഈ മുദ്രാവാക്യം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും.